എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി. ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി VFA എക്സാമിന് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നതിനെ അടിസ്ഥാനമാക്കി ഉള്ളൊരു സെക്ഷൻ തന്നു. അതിനുശേഷം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ സിലബസ് നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മുടെ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ പ്രധാനമായിട്ട് നോക്കേണ്ടതുണ്ട്. അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ മോക്ക് എക്സാമുകൾ ധാരാളമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഏത് ഭാഗമാണോ പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ കൃത്യമായിട്ട് നോക്കണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുകളുമാണ് ധാരാളമായിട്ട് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. പ്രാദേശിക വാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ വളരെ ടെൻസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ പോലും തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആ ഒരു ടെൻഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ശരിയല്ലാത്തത് ഏത് അല്ലെങ്കിൽ തെറ്റായത് ഏത് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നമ്മളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ചോദ്യം വായിക്കുക. ഇപ്പം ഇവിടെ ഉദാഹരണമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ശ്രദ്ധിക്കുക, പ്രാദേശിക വാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ കാണുമ്പോഴേ അറിയാം ചക്രവാതമാണ് എന്ന് നമുക്കറിയാമല്ലേ. ചക്രവാതമാണ് എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് പ്രാദേശിക വാദങ്ങളാണല്ലേ. അപ്പം നമുക്ക് വാദങ്ങൾ എന്താണെന്ന് നോക്കാം. എന്താണ് വാദങ്ങൾ? ഹൈ പ്രഷർ മേഖലയിൽ നിന്ന് ലോ പ്രഷർ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീനമായിട്ടുള്ള ചലനമാണ് കാറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഹൈ പ്രഷർ മേഖലയിൽ നിന്ന് ലോ പ്രഷർ മേഖലയിലേക്ക്, ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള കാറ്റിൻ്റെ തിരശ്ചീനമായിട്ടുള്ള ചലനമാണ് വായുവിൻ്റെ തിരശ്ചീനമായിട്ടുള്ള ചലനമാണ് കാറ്റ് എന്ന് നമുക്കറിയാമല്ലേ. അപ്പം ഈ കാറ്റിനെ കുറിച്ചുള്ള പഠനമാണ് അനിമോളജി എന്ന് നമുക്കറിയാം അല്ലേ. കാറ്റിനെ കുറിച്ചുള്ള പഠനമാണ് അനിമോളജി. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് എന്നുള്ള ചോദ്യം കേട്ടോ. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? അത് അനിമോമീറ്റർ ആണ് അല്ലേ. അനിമോമീറ്റർ പ്രീവിയസ് ഇയറിൽ എപ്പോഴും കണ്ടുവരുന്ന ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ടത്, അനിമോമീറ്ററുമായി ബന്ധപ്പെട്ടത്. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ ആണ് അല്ലേ. അനിമോമീറ്റർ ആണ്. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. അപ്പോൾ അതുപോലെ തന്നെ അനിമോ എന്നാൽ എന്താണ്? അനിമോ എന്നാൽ കാറ്റെന്നാണ് അല്ലേ. അപ്പോൾ അനിമോളജി, അനിമോമീറ്റർ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമാണല്ലേ. അപ്പം നമുക്ക് വാദങ്ങൾ അല്ലെങ്കിൽ കാറ്റുകൾ പല വിധത്തിലുണ്ട് എന്ന് നമുക്കറിയാമല്ലേ. ഏതൊക്കെയാണ്? സ്ഥിരവാദങ്ങളുണ്ട് അല്ലേ. സ്ഥിരവാദങ്ങൾ അതുപോലെ തന്നെ പെർമനന്റ് വിൻസ് ആണ് അല്ലേ. സ്ഥിരവാദങ്ങൾ അഥവാ പെർമനന്റ് വിൻസ്. പെർമനന്റ് വിൻസ്. അതുപോലെ തന്നെ കാലികവാദങ്ങളുണ്ട് അല്ലേ. കാലികവാദങ്ങൾ അഥവാ സീസണൽ വിൻസ്. പേര് പോലെ തന്നെ നമുക്ക് ഓരോന്ന് കൃത്യമായിട്ട് പറയാം കേട്ടോ. കാലികവാദങ്ങൾ. അതുപോലെ തന്നെ ലോക്കൽ വിൻസ് അഥവാ പ്രാദേശികവാദങ്ങൾ അഥവാ ലോക്കൽ വിൻസ്. അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകാം. അപ്പം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സ്ഥിരവാദങ്ങളാണ്. എന്താണ് സ്ഥിരവാദങ്ങൾ? പേര് പോലെ തന്നെ പെർമനന്റ് ആയിട്ട്, സ്ഥിരമായിട്ട് വർഷത്തിലുടനീളം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന വാദങ്ങളാണ് ഏത് എന്ന് പറയുന്നത്? കാറ്റുകളാണ്. ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ അഥവാ പെർമനന്റ് വിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിഴക്കൻ കാറ്റും അതുപോലെ തന്നെ പടിഞ്ഞാറൻ കാറ്റും വാണിജ്യവാദങ്ങളും ഒക്കെ കിഴക്കൻ വാദങ്ങൾ, പടിഞ്ഞാറൻ വാദങ്ങൾ, വാണിജ്യവാദങ്ങൾ ഇതൊക്കെ എന്തിനുദാഹരണമാണ്?
സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്, പെർമനന്റ് വിൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ എഴുതി പോകാം. അപ്പം നമ്മൾ പറഞ്ഞു വർഷത്തിലുടനീളം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന, ഒരേ ദിശയിൽ വീശുന്ന കാറ്റാണ് അല്ലെങ്കിൽ വാദങ്ങളാണ് സ്ഥിരവാദങ്ങൾ അഥവാ പെർമനന്റ് വിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, കിഴക്കൻ വാദവും കിഴക്കൻ വാദങ്ങൾ, പടിഞ്ഞാറൻ വാദങ്ങൾ, വാദങ്ങൾ, അതുപോലെ തന്നെ വാണിജ്യവാദങ്ങൾ ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഈ പെർമനന്റ് വിൻസ് അഥവാ സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ അത്രയും കിട്ടിയില്ലേ? അത്രയും മനസ്സിലായില്ലേ? ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് കാലികവാദങ്ങൾ അഥവാ സീസണൽ വിൻസ് ആണ് അല്ലേ. പേര് പോലെ തന്നെ സീസണൽ വിൻസ്, ഋതുഭേദം അനുസരിച്ച് സീസൺ അനുസരിച്ച് വീശുന്ന കാറ്റാണ് ഏത് എന്ന് പറയുന്നത്? സീസണൽ വിൻസ് അഥവാ കാലികവാദങ്ങൾ എന്ന് പറയുന്നത്. സീസണൽ വിൻസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സീസണൽ വിൻസ് എന്തനുസരിച്ചാണ്? ഋതുഭേദമനുസരിച്ച്. അപ്പം എന്താണ്, കടൽക്കാറ്റും അതുപോലെ തന്നെ കരക്കാറ്റുമൊക്കെ ഇതിന് ഉദാഹരണമാണ് കേട്ടോ. കടൽക്കാറ്റും കരക്കാറ്റും ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഓരോ വിൻസിനും ഓരോ കാറ്റിനും അത് വീശുന്ന പ്രദേശത്തെ അടിസ്ഥാനമാക്കിയാണ് പേരിടുന്നത് കേട്ടോ. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റിനെ കടൽക്കാറ്റെന്നും കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റിനെ കരക്കാറ്റെന്നും വിളിക്കുന്നു. അപ്പം ഓരോന്നും അങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. അപ്പം സീസൺ വിൻസ് എന്താണ്? സീസൺ അനുസരിച്ച്, അതായത് ഋതുഭേദങ്ങൾക്ക് അനുസരിച്ച് വീശുന്ന കാറ്റാണ് സീസണൽ വിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കടൽക്കാറ്റും കരക്കാറ്റും ഒക്കെ അതിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പം നമ്മൾ സീസണൽ വിൻസും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചോദ്യം പോലെ തന്നെ പ്രാദേശിക വാദങ്ങൾക്ക് ഉദാഹരണം ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അല്ലേ. പ്രാദേശിക വാദങ്ങൾക്ക് ഉദാഹരണം ഏതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോക്കൽ വിൻസ് ആണ്, പ്രാദേശിക വാദങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, ശ്രദ്ധിച്ചിരിക്കാം. നമ്മൾ പറഞ്ഞു ഋതുഭേദം അനുസരിച്ചാണ് സീസണൽ വിൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത് അത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില പ്രത്യേക സമയത്ത് വീശുന്ന കാറ്റാണ് ഈ ലോക്കൽ വിൻസ് അഥവാ പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ മാംഗോ ഷവർ എന്ന് പറയുന്നത്. അപ്പം അപ്പം ഈ പേര് കേൾക്കുമ്പോൾ മാംഗോ അല്ലേ, അതായത് ഇത് ഏത് സീസണിലാണ്? ഇത് ഏപ്രിൽ മെയ് മാസത്തിൽ വീശുന്ന കാറ്റാണ് കേട്ടോ. ഏപ്രിൽ മെയ് മാസത്തിൽ കേരളത്തിൽ വീശുന്ന കാറ്റാണ് ഈ മാംഗോ ഷവർ എന്ന് പറയുന്നത്. ഏപ്രിൽ മെയ് മാസത്തിൽ കേട്ടോ, അതായത് മൺസൂണിന് മുൻപ് ഏപ്രിൽ മെയ് മാസത്തിൽ വീശുന്ന കാറ്റ്. അതുപോലെ തന്നെ ഇത് താപനില, അതായത് ആ ഒരു മൺസൂണിന് മുമ്പുള്ള കാറ്റാണ്. അപ്പം നമുക്കറിയാം ഈ ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് വേനൽക്കാല സമയമാണ്. അപ്പോൾ താപനില കുറയ്ക്കാനായിട്ട് ഈ ഒരു കാറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാംഗോ പഴുക്കാനായിട്ട് ഈ ഒരു കാറ്റ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് മാമ്പഴം പഴുക്കാനായിട്ട് ഈ ഒരു നമുക്കറിയാം ആ ഒരു സമയത്താണ് മാമ്പഴം പഴുത്തു വരുന്ന ആ ഒരു സമയമൊക്കെ. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പം മൺസൂണിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. അതുപോലെ തന്നെ മാംഗോ പഴുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോഫി ബ്ലോസവും ചെറി ബ്ലോസവും കേട്ടോ. കോഫി ബ്ലോസം, ചെറി ബ്ലോസം. അപ്പം ലോക്കൽ വിൻസ് മാംഗോ ഷവർ. ഇനി നെക്സ്റ്റ് കോഫി ബ്ലോസം. ഇതിൽ തന്നെ ലോക്കൽ വിൻസിൽ വരുന്നതാണ് കോഫി ബ്ലോസംസും അതുപോലെ തന്നെ ചെറി ബ്ലോസംസും കേട്ടോ. ചെറി ബ്ലോസംസും ഇത് കർണാടകയിൽ വീശുന്ന കാറ്റാണ് കേട്ടോ. കർണാടകയിൽ വീശുന്ന കാറ്റാണ്. അപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും ആദ്യം കാപ്പി ഉൽപ്പാദിപ്പിച്ചതും എവിടെയാണ്? കർണാടകയിലാണ്. അപ്പം ആ മറ്റേതുപോലെ തന്നെ അതായത് വേനൽക്കാല സമയത്ത് ചെറിയ മഴ നൽകി ഒരു ചെറിയ നേരിയ ആശ്വാസം നൽകുന്ന ഒരു കാലാവസ്ഥയാണ് ഇത്, കാറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഈ കോഫി ചെടിയില്ലേ, കോഫി പൂവിടാനായിട്ട് എടുക്കുന്നത് ഈ ഒരു സമയത്താണ്. കോഫി പൂവിടുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ. അതുകൊണ്ടാണ് കോഫി ബ്ലോസംസ് എന്ന് പറയുന്നത്. അപ്പം എവിടെയാണ്? കർണാടകയിലാണ്
അതുപോലെ തന്നെ എന്താണ് ഈ ഏപ്രിൽ മെയ് മാസത്തിൽ, അതായത് വേനൽക്കാലത്ത് ഏപ്രിൽ മെയ് മാസത്തിലല്ല, വേനൽക്കാലത്ത് ചെറിയ ആശ്വാസം നൽകി, ചെറിയ മഴ നൽകുന്നു. അതുപോലെ തന്നെ എന്താണ് കോഫി, അതായത് നമ്മുടെ പൂവിടുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ലോക്കൽ വിൻസിൽ നമ്മൾ മാംഗോ ഷവറും പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ചെറി ബ്ലോസവും പറഞ്ഞു, കോഫി ബ്ലോസവും പറഞ്ഞു. അപ്പൊ അത്രയും കിട്ടിയില്ലേ? എന്താണ് പെർമനന്റ് വിൻസ്, എന്താണ് സീസണൽ വിൻസ്, എന്താണ് ലോക്കൽ വിൻസ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ലൂ എന്താണ് എന്നുള്ളതാണ് കേട്ടോ. ലൂ നമ്മൾ അവിടെ കണ്ടിരുന്നു. എന്താണ് ലൂ? ഓപ്ഷനിൽ നമ്മളൊരു ലൂ കണ്ടിരുന്നു അല്ലേ? അപ്പൊ നോക്കാം ലൂ എന്താണ് എന്ന് നോക്കാം. ഉത്തരേന്ത്യയിൽ വീശുന്ന കാറ്റാണ് കേട്ടോ. ഉത്തരേന്ത്യയിൽ നിന്ന് വീശുന്ന കാറ്റാണ്, ഉത്തരേന്ത്യയിൽ വീശുന്ന കാറ്റാണ് ലൂ. ഉത്തരേന്ത്യയിൽ വീശുന്ന കാറ്റാണ് ലൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഉത്തരേന്ത്യയിൽ വീശുന്ന കാറ്റ്, വീശുന്ന കാറ്റ്. അതുപോലെ എന്താണ് ഇതൊരു ഉഷ്ണക്കാറ്റാണ് കേട്ടോ, ഒരു ഉഷ്ണക്കാറ്റാണ്. നെക്സ്റ്റ് പോയിന്റ് ഉഷ്ണക്കാറ്റാണ്. ഉഷ്ണക്കാറ്റ് ഒന്ന്, ഉത്തരേന്ത്യയിൽ വീശുന്ന കാറ്റ് ഉഷ്ണക്കാറ്റ്. ഇതൊരു സാൻഡ് സ്റ്റോം ആണ് കേട്ടോ, ഇതൊരു സാൻഡ് സ്റ്റോം ആണ്. കാരണം ഇതൊരു കുറച്ച് അപകടം വീശുന്ന തരത്തിലുള്ള കാറ്റാണ്, സാൻഡ് സ്റ്റോം ആണ്. കാരണം ഇത് ഇറാൻ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈ മരുഭൂമിയിൽ നിന്ന് വരുന്ന കാറ്റായതുകൊണ്ട് അവിടെ എന്തായിരിക്കും, മണൽത്തരികൾ കൂടുതലായിരിക്കും. അപ്പം എന്താണ്, ഭയങ്കര ചൂടായിരിക്കും. ഹീറ്റ് സ്ട്രോക്ക് വരാനും അതുപോലെ തന്നെ എന്താണ് നിർജ്ജലീകരണം ഉണ്ടാകാനും ഒക്കെ ഇത് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സീസൺ, ഈ ഒരു ടൈം കാരണമാവുന്നുണ്ട്. അപ്പം എന്താണ്, സാൻഡ് സ്റ്റോമിന് കാരണമാകുന്നുണ്ട്, സാൻഡ് സ്റ്റോം ആണ്. അതുപോലെ തന്നെ എന്താണ് ഹീറ്റ് സ്ട്രോക്കിന് കാരണമാകുന്നുണ്ട്. ഇറാനും പാകിസ്ഥാൻ, അതായത് മരുഭൂമിയിൽ നിന്ന് വരുന്ന കാറ്റായതുകൊണ്ട് ഇത്, അതുപോലെ തന്നെ ഇത് ഉഷ്ണക്കാറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് കുറച്ച് എന്താണ് അപകടകാരിയായിട്ടുള്ള കാറ്റാണ് കേട്ടോ. ലൂ എന്ന് പറയുന്നത് അപകടകാരിയായിട്ടുള്ള കാറ്റാണ്. അപ്പം ഇത്രയും മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇത്ര നേരം വാദങ്ങൾ പറഞ്ഞു. എന്താണ് വാദങ്ങൾ എന്ന് പറഞ്ഞു? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വീശുന്ന എന്താണ്, തിരശ്ചീനമായിട്ട് വീശുന്ന കാറ്റാണ്. തിരശ്ചീനമായിട്ട് വീശുന്നതാണ് കാറ്റ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ വാദങ്ങൾ പറഞ്ഞു, അനിമോളജി പറഞ്ഞു, അനിമോമീറ്റർ പറഞ്ഞു, അനിമോ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് വാദങ്ങൾ, കാറ്റുകൾ എത്ര വിധത്തിലുണ്ട് എന്ന് പറഞ്ഞു. സ്ഥിരവാദങ്ങളുണ്ട്, സീസണൽ വിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലോക്കൽ വിൻസും ഉണ്ട്. എന്താണ് പെർമനന്റ് വിൻസ്, എന്താണ് സീസണൽ വിൻസ്, അതുപോലെ തന്നെ എന്താണ് പ്രാദേശിക വാദങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അത്രയും മനസ്സിലായില്ലേ? അത്രയും കിട്ടിയില്ലേ? ഇനി നമ്മൾ ഓപ്ഷനിൽ നമ്മൾ കണ്ടിരുന്നു, ചിനൂക്ക് കണ്ടിരുന്നു, ലൂ കണ്ടിരുന്നു, അതുപോലെ തന്നെ ഹെർമാറ്റൻ കണ്ടിരുന്നു. അപ്പം എന്താണ് ഇതൊക്കെയൊന്ന് നമുക്കൊന്ന് പറഞ്ഞു പോയല്ലോ. ഇത് ഞാൻ മായ്ക്കുവാണേ. അപ്പം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ. ഇതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഞാൻ മറ്റ് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചോദിക്കുക ചിലപ്പം എക്സാമിന് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ധാരാളം ഭാഗം വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് കേരള ജോഗ്രഫി വിട്ട് കളയാനല്ല പറയുന്നത്, കൂടുതൽ അതിൽ നിന്നും നോക്കണം. പക്ഷേ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ഇന്ത്യൻ ജോഗ്രഫിക്കാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ചിനൂക്ക് എന്ന് പറയുന്നത്, ചിനൂക്ക് നമ്മൾ ഓപ്ഷനിൽ കണ്ടു. ചിനൂക്ക് എന്ന് പറയുന്നത് എന്താണ്? ഉഷ്ണക്കാറ്റാണ് കേട്ടോ. ഉഷ്ണക്കാറ്റാണ്. ചിനൂക്ക് എന്ന് പറയുന്നത് ഉഷ്ണക്കാറ്റാണ്. ഈ ചിനൂക്ക് പഠിക്കാനായിട്ട് എന്താണ്, ഒരു എക്സാമ്പിൾ പറയട്ടെ. ചിറോ ഉഷ്ണക്കാറ്റ് എന്ന് നമുക്ക് പഠിക്കാം. ചിറോ ഉഷ്ണക്കാറ്റ് ഒരു എളുപ്പം പഠിക്കാനാണ് കേട്ടോ. ചിറോ ഉഷ്ണക്കാറ്റ് എന്ന് പറഞ്ഞാൽ വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് എന്താണ്, ചിനൂക്ക് ഉഷ്ണക്കാറ്റ്. അപ്പം റോക്കീസ് പർവ്വതനിര, ചിനൂക്ക് എന്താണ്, റോക്കീസ് പർവ്വതനിരയിൽ നിന്ന്, വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിറോക്ക് ഉഷ്ണക്കാറ്റ്. കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ലൂ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഉത്തരേന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞു, അപകടകാരിയായിട്ടുള്ള കാറ്റാണ്, സാൻഡ് സ്റ്റോം ആണ്. അതുപോലെ തന്നെ എന്താണ്, ഹീറ്റ് സ്ട്രോക്കും അതുപോലെ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാനായിട്ടുള്ള നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ലൂ. ഇനി അടുത്തത് ഹെർമാറ്റൻ ആണ് കേട്ടോ. ഹെർമാറ്റൻ എന്താണ് ഹെർമാറ്റൻ എന്ന് പറയുന്നത്? ഹെർമാറ്റൻ എന്ന് പറയുന്നതും ഉഷ്ണക്കാറ്റാണ്. അതെവിടെ നിന്നാണ്? ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റാണ് ഹെർമാറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെർമാറ്റൻ എന്ന് പറയുന്നത് അതും ഉഷ്ണക്കാറ്റാണ്, സഹാറ മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റാണ്. ഉഷ്ണക്കാറ്റാണ്, അത് സഹാറ മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റാണ്. അപ്പം ലൂ വളരെ അപകടകാരിയായിട്ടുള്ള
എന്താണ് കാറ്റാണ് അല്ലെ. അപ്പം എന്താണ് ചക്രവാതം എന്ന് അറിയാം നമുക്കല്ലേ. ചക്രവാതം ഒരു ലോ പ്രഷർ ഏരിയ സൃഷ്ടിക്കപ്പെടുന്നു. അതിന് ചുറ്റും എന്താണ് ഒരു ഹൈ പ്രഷർ ഏരിയ സൃഷ്ടിക്കപ്പെടുന്നു. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ഏരിയയിലേക്ക് എന്താണ് ആ ലോ പ്രഷർ ഏരിയയിലേക്ക് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നു. അങ്ങനെ എന്തുണ്ടാവുന്നു? ചക്രവാതം ഉണ്ടാവുന്നു അല്ലേ. അപ്പം അങ്ങനെയാണ് ചക്രവാതം സൃഷ്ടിക്കപ്പെടുന്നതെന്ന് ആ ഒരു ലോ പ്രഷർ കേന്ദ്രത്തിലേക്ക് എന്താണ് ഒരു ഹൈ പ്രഷർ മേഖലയിൽ നിന്നും എന്താണ് അതിശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടാവുന്നു, കാറ്റ് വീശുന്നു. ഇത് ചക്രവാതത്തിന് കാരണമാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് അത്രയും മനസ്സിലായില്ലേ? അത്രയും കിട്ടിയില്ലേ? അപ്പം എന്താണ്, അപ്പം ഈ ഒരു ഒറ്റ ചോദ്യം കൊണ്ട്, ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ എന്തോരം കാര്യങ്ങളാണ്, എത്രമാത്രം കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വെറുതെ നോക്കിയാൽ പോരാ. ക്വസ്റ്റ്യൻ വായിച്ചു, അതിൻ്റെ ആൻസറിലേക്ക് എത്തി, നമ്മൾ ആൻസറിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല പഠിക്കേണ്ടത്. അതിൽ നിന്ന് കാണുന്ന ഓരോ ഓപ്ഷനിലും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുകൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അവിടെ നിന്നായിരിക്കാം ചിലപ്പം വീണ്ടും മുന്നോട്ടുള്ള വർഷങ്ങളിൽ ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി എന്താണ് ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യം നമ്മൾ കണ്ടു, ഉദാഹരണമല്ലാത്തത് ഏത് എന്നുള്ളത് ചോദ്യം കണ്ടു. അടുത്തത് തന്നിരിക്കുന്നവയിൽ നിന്ന് എന്താണ് ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത്. ബന്ധമില്ലാത്തത്, അപ്പം ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോഴത്തേനും പെട്ടെന്നൊന്ന് കോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആവേശത്തിന്റെ പുറത്ത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കറപ്പിച്ചു, ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ അങ്ങ് കറപ്പിച്ചു പോകും. പിന്നീടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുന്നതും പിന്നീടാണ് നമുക്ക് അബദ്ധം പറ്റിയതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നതും. അപ്പം അതുകൊണ്ട് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ആഗ്നേയശിലയുമായി ഇഗ്നിയസ് റോക്സുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. നോക്കിയേ, ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ശരിയാണല്ലേ. ഇഗ്നിയസ് റോക്സിനെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. അതായത് ഗ്രാനൈറ്റും ബസാൾട്ടും ഒക്കെ എന്താണ് ഈ ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. അത് ശരിയാണോ? അത് ശരിയാണ്. തെറ്റാണല്ലേ. അതുപോലെ തന്നെ ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. അപ്പം അതും ശരിയാണ്. അപ്പം ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ, നമുക്ക് ഓരോന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് നോക്കിയേ, ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള മാഗ്മയിൽ നിന്നും ലാവയിൽ നിന്നും ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നതിനാൽ അവയെ എന്താണ് പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ കിട്ടിയല്ലേ, ആദ്യത്തെ പോയിന്റ് കിട്ടി. ഇനി അടുത്തത്, ആഗ്നേയ ശിലകൾ രൂപപ്പെടുന്നത് മാഗ്മ തണുത്ത് എന്താണ് ദൃഢമാവുമ്പോഴാണ്. ഇഗ്നീസ് എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്സ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം ലാറ്റിൻ ഭാഷയിൽ ഇഗ്നീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നി എന്നാണ് അർത്ഥം. ഇനി നോക്കിയേ, ഭൂമിയുടെ പുറംപാളിയിലോ മാന്റിലിലോ ഉള്ള പാറകൾ ഭാഗികമായിട്ട് ഉരുകിയാണ് മാഗ്മ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് മാഗ്മ ഉണ്ടാകുന്നത്? ഭൂമിയുടെ പുറംപാളിയിലോ അതുപോലെ തന്നെ മാന്റിലിലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്നർ കോറും ഔട്ടർ കോറും മാന്റിലും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ പുറംപാളിയിലോ അതുപോലെ തന്നെ മാന്റിലിലോ ഉള്ള പാറകള് ഭാഗികമായിട്ട് ഉരുകിയാണ് മാഗ്മ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ക്രിസ്റ്റലീകരണം വഴിയോ അല്ലാതെയോ ഭൗമോപരിതലത്തിലോ അതിനു താഴെയോ ഇവ ആഗ്നേയശിലകള് രൂപപ്പെട്ടേക്കാം എന്നാണ് നൽകിയിരിക്കുന്നത്. ഇനി നോക്കിയേ, 3 കാരണങ്ങൾ കൊണ്ടാണ് മാഗ്മ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് നോക്കിയേ? താപനിലയിലെ വർധനവ്, അതുപോലെ തന്നെ മർദ്ദം കുറയുന്നത്, അതുപോലെ തന്നെ ഘടനയിലെ വ്യതിയാനം. എന്തുകൊണ്ടൊക്കെയാണ് മാഗ്മ ഉണ്ടാകുന്നത്? 3 കാരണങ്ങൾ കൊണ്ടാണ്. പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ കൊണ്ടാണ് മാഗ്മ രൂപപ്പെടുന്നത്. താപനിലയിലെ വർധനവ്, അതുപോലെ തന്നെ മർദ്ദത്തിന്റെ കുറവ്, അതുപോലെ തന്നെ ഘടനയിലെ വ്യതിയാനം. ഇനി നോക്കിയേ, ഈ ആഗ്നേയ ശിലകളെ പ്രധാനമായിട്ടും അന്തരാഗ്നേയ ശിലകൾ അഥവാ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്നും ബാഹ്യ ആഗ്നേയ ശിലകൾ അഥവാ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്നും പറയും കേട്ടോ. അപ്പം എന്താണ്? ആഗ്നേയ ശിലകളെ പ്രധാനമായിട്ടും ആന്തരാഗ്നേയ ശിലകൾ അഥവാ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്നും ബാഹ്യ ആഗ്നേയ ശിലകൾ അഥവാ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്നും പറയുന്നുണ്ട്.
ഇത് നോക്കിയേ, ഈ ഗ്രാനൈറ്റ്, അതുപോലെ തന്നെ ഗബ്രോ, പെഗ്മറ്റൈറ്റ്, ബസാൾട്ട്, അഗ്നിപർവ്വത, ബക്രിയ, ടഫ് എന്നിവയാണ് ആഗ്നേയ ശിലകളുടെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ പ്രധാനമായിട്ടും ഗ്രാനൈറ്റ്, ഗബ്രോ, പെഗ്മറ്റൈറ്റ്, ബസാൾട്ട് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ചിലപ്പം നെക്സ്റ്റ് ഇയർ അടുത്ത എക്സാം വരുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ബസാൾട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ ഒരു എക്സാമ്പിളൊക്കെ കൃത്യമായിട്ട് നോക്കാം. ഗ്രാനൈറ്റും ബസാൾട്ടും ഒക്കെയാണ് എപ്പോഴും ചോദിക്കാറ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടാവുന്ന പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത്രയും കിട്ടിയില്ലേ? അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ LDCയുടെയും VFAയുടെയും ഒക്കെ ഗോൾഡൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഇനി നമുക്ക് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വർഷം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവീസിൽ കയറണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് നല്ലൊരു പഠന രീതി ഫോളോ ചെയ്ത് പഠിച്ചാൽ മാത്രമേ സർവീസിൽ കയറാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ഇപ്പം ഈ ഒരു ക്ലാസ്സിൻ്റെ അടിയിൽ ഒരു ലിങ്ക് കാണും. ആ ലിങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഇനി അടുത്തത് എന്താണ് ക്ലിഫ് എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. എന്താണ് ക്ലിഫ്? ഓപ്ഷൻസ് നോക്കിയേ. ഇത് തിരമാലയുടെ ബന്ധപ്പെട്ട ഭൂരൂപം. ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഇത് ഒരു ശിലയുടെ പേരാണ്. ഇത് ഒരു കൊടുമുടിയാണ്. ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപണ സമതലമാണ്. അപ്പം നമുക്കറിയാം ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് എന്ന് അറിയാം അല്ലേ. അപ്പം നമുക്ക് ക്ലിഫ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? തിരുവനന്തപുരത്തെ വർക്കലയാണ് അല്ലേ. വർക്കലയിലെ കടൽത്തീര ക്ലിഫാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. ആ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ നോക്കി, ഈ തിരമാലകളുടെ അപരദന നിക്ഷേപണം, അത് ഇറോഷൻ ഡെപ്പോസിഷന്റെ ഫലമായിട്ടാണ് ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം അല്ലെ. തിരമാലകളുടെ ഡെപ്പോസിഷൻ, അതുപോലെ തന്നെ ഇറോഷൻ, ഇതിന്റെ ഫലമായിട്ടാണ് ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പം ഇവിടെ ഈ തിരമാലയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ഭൂരൂപങ്ങളാണ്? കടൽത്തീര ക്ലിഫുണ്ട്, ബീച്ചുകളുണ്ട്, സ്തംഭങ്ങളുണ്ട് കേട്ടോ. കടൽത്തീര ക്ലിഫുണ്ട്, അതുപോലെ തന്നെ ബീച്ചുകളുണ്ട്, സ്തംഭങ്ങളുണ്ട്. അപ്പം തിരമാലകളുടെ അപരദന നിക്ഷേപണ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള കടൽത്തീര ക്ലിഫുകളും അതുപോലെ തന്നെ ബീച്ചുകളും സ്തംഭങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നത് കേട്ടോ. ഇനി നോക്കിയേ, ഈ എന്താണ് ക്ലിഫ് എന്ന് നോക്കാം. എന്താണ് കടൽത്തീര ക്ലിഫ് എന്ന് നോക്കിയേ. കടൽത്തീര ക്ലിഫ് അതായത് ഈ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായിട്ടുള്ള കുന്നുകളാണ് കടൽത്തീര ക്ലിഫ് എന്ന് പറയുന്നത്. ചെങ്കുത്തായ കുന്നുകളാണ് കടൽത്തീര ക്ലിഫ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ഈ തിരമാലകളുടെ അപരദന ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള കടൽത്തീര ക്ലിഫുകൾ ഉണ്ടാവുന്നത്. അപരദന ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള കടൽത്തീര ക്ലിഫുകൾ ഉണ്ടാകുന്നത്. ഇനി ഈ കടലിനോട് വർക്കലയിലെ കടൽത്തീര ക്ലിഫ് ഒന്ന് നോക്കിയാൽ, ഈ കടലിനോട് അഭിമുഖമായിട്ട് നിൽക്കുന്ന കരഭാഗം ഇടിഞ്ഞാണ് ഇത്തരത്തിലുള്ള കടൽത്തീര ക്ലിഫുകൾ രൂപപ്പെടുന്നത് കേട്ടോ. അപ്പം ചെങ്കുത്തായിട്ടുള്ള കുന്നുകൾ രൂപപ്പെടുന്നത്. അപ്പം എന്താണ്? കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായിട്ടുള്ള കുന്നുകളാണ് കടൽത്തീര ക്ലിഫ് എന്ന് പറയുന്നത്. എന്തിന്റെ ഭാഗമായിട്ടാണ്? തിരമാലകളുടെ അപരദന ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള കടൽത്തീര ക്ലിഫുകൾ രൂപപ്പെടുന്നത്. കടലിനോട് അഭിമുഖമായിട്ട് നിൽക്കുന്ന കരഭാഗം ഇടിഞ്ഞാണ് ഇത്തരത്തിലുള്ള ചെങ്കുത്തായിട്ടുള്ള കുന്നുകൾ രൂപപ്പെടുന്നത്. അപ്പം ഇതാണ് എന്ന് പറയുന്നത്? കടൽത്തീര ക്ലിഫ് എന്ന് പറയുന്നത്. നോക്കിയേ, ഈ മണൽക്കല്ല്, അതുപോലെ തന്നെ ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ അവസാദ ശിലകളിൽ, അതായത് സെഡിമെന്ററി റോക്സിലാണ് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം എന്താണ്? മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയ അവസാദ ശിലകൾ, അതായത് സെഡിമെന്ററി റോക്സിലാണ് ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ എന്താണ്, ഈ നമ്മൾ മുമ്പേ പറഞ്ഞു, നമ്മൾ അവസാദ ആഗ്നേയ ശിലകൾ പറഞ്ഞല്ലോ, ഇഗ്നിയസ് റോക്സ് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എന്താണ്, ഈ ബസാൾട്ട്, അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഒക്കെ ഇല്ലേ, തുടങ്ങിയ ഇഗ്നിയസ് റോക്സിലും ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പം എന്താണ്? ബസാൾട്ട്,
അതുപോലെ തന്നെ ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗ്രാനൈറ്റ് തുടങ്ങിയ ഇഗ്നിയസ് റോക്സിലും ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ അവസാദ ശിലകളിൽ, അതായത് സെഡിമെന്ററി റോക്സിലും ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ആഗ്നേയ ശിലകൾ, ഇഗ്നിയസ് റോക്സ് ആയിട്ടുള്ള ബസാൾട്ടിലും അതുപോലെ തന്നെ ഗ്രാനൈറ്റിലും ഇത്തരത്തിലുള്ള എന്താണ് ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ അറബിക്കടലിന്റെ മുത്ത് എന്ന് അറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ ക്ലിഫ്, കടൽത്തീര ക്ലിഫ് ഇതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. വർക്കലയിലെ കടൽത്തീര ക്ലിഫ് ഇതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യം കിട്ടിയില്ലേ? ഇത്രയും കാര്യം മനസ്സിലായില്ലേ? വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. മറ്റൊരു ചോദ്യം, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതാണ് എന്ന് തിരിച്ചറിയാം. അപ്പം ഇതിൽ ഈ ചേരാത്ത ഏതാണ് എന്നുള്ളത് നമുക്കറിയാം. അപവഹനകർത്തവും കൂൺശിലകളും മൺമേടുകളും ഒക്കെ എന്താണ്? അത് കാറ്റിന്റെ നിക്ഷേപണം മൂലമാണ് അല്ലേ? കാറ്റിന്റെ നിക്ഷേപണം മൂലമാണ്. ഇതെല്ലാം എന്താണ്? കാറ്റിന്റെ നിക്ഷേപണം മൂലമാണ്. കൂൺശിലകളും മൺമേടുകളും ഒക്കെ എന്താണ്? കാറ്റിന്റെ നിക്ഷേപണം മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പം എന്താണ്? നമുക്കറിയാം അപരദനവും നിക്ഷേപണവും, അതിലെ നിക്ഷേപണം മൂലമാണ് ഇതുണ്ടാവുന്നത്. ഈ ടെറായി എന്ന് പറയുന്നത് എന്താണ്? അത് ഹിമാലയത്തിന്റെ അടിവാരത്ത് നദികളുടെ നിക്ഷേപം മൂലം രൂപപ്പെടുന്ന ഈർപ്പമുള്ള സമതലമാണ് എന്ന് പറയുന്നത് ടെറായി എന്ന് പറയുന്നത്. ഹിമാലയത്തിന്റെ അടിവാരത്ത് നദികളുടെ നിക്ഷേപം മൂലം ഉണ്ടാകുന്ന ഭൂരൂപമാണ് ടെറായി എന്ന് പറയുന്നത്. സമതല പ്രദേശമാണ് ടെറായി എന്ന് പറയുന്നത്. അപ്പം ഇത് കാറ്റിന്റെ നിക്ഷേപണമാണ്. ഇത് നദിയുടെ നിക്ഷേപണം മൂലം രൂപപ്പെടുന്ന ഈർപ്പമുള്ള സമതലമാണ് കേട്ടോ. ഈർപ്പമുള്ള സമതലമാണ് ടെറായി എന്ന് പറയുന്നത്. അപ്പം അത്രയും കിട്ടിയില്ലേ? അപ്പം ഏതാണ് എന്ന് പറഞ്ഞ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ടെറായി ഹിമാലയത്തിന്റെ അടിവാരത്ത് എന്താണ് നദിയുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ഈർപ്പമുള്ള സമതല പ്രദേശമാണ് ടെറായി എന്ന് പറയുന്നത്. നദികളുടെ നിക്ഷേപം മൂലം രൂപപ്പെടുന്ന ഈർപ്പമുള്ള സമതല പ്രദേശമാണ് ടെറായി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലായി അല്ലേ? എന്തൊക്കെയാണ് ഇത്? ഒന്ന് കാറ്റിൻ്റെ നിക്ഷേപണം മൂലവും ഒന്ന് നദിയുടെ നിക്ഷേപണം മൂലവും. രണ്ടും ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇത്രയും നമ്മൾ പറഞ്ഞത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇല്ല. ഇതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് എന്ന് നമുക്കറിയാം. മഞ്ചേശ്വരം പുഴയാണ് അല്ലേ? കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി. ഏകദേശം 16 കിലോമീറ്റർ മാത്രമാണ് ഇതിന് ദൈർഘ്യമുള്ളത് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പം മഞ്ചേശ്വരം പുഴയാണ് കാസർഗോഡ്. ഇത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായം ഏതാണ് എന്ന് നമുക്കറിയാം അല്ലേ? മുംബൈ ആണല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം എന്ന് പറയുന്നത് മുംബൈ ആണ്. ഇനി അടുത്ത ചോദ്യം, കൊങ്കൺ റെയിൽവേയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ഏതാണ്? കൊങ്കൺ റെയിൽവേയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ഇതിൽ ഗുജറാത്ത് ആണല്ലേ? കേരളമാണ്. ഇവിടെ 4 കേരളം, മഹാരാഷ്ട്ര, ഗോവ, കർണാടക. ഇത് ഗുജറാത്ത് എന്താണ്? കൊങ്കൺ റെയിൽവേയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനമാണ്. അപ്പം ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഞാൻ വീണ്ടും പറയുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് നോക്കണം. അതുപോലെ തന്നെ മോക്ക് എക്സാമുകൾ ധാരാളമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ക്ലാസ്സിൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് ഈ വർഷം തന്നെ സർവീസിൽ കയറാനായിട്ട് സാധിക്കട്ടെ. LDC VFAയുടെ ഗോൾഡൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതിലും ജോയിൻ ചെയ്യുക. ഏറ്റവും നല്ല അധ്യാപകരുടെ മികച്ച ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കറണ്ട് അഫെയറിൻ്റെ നല്ല അടിപൊളി ഫീച്ചർ ആപ്പിലുണ്ട്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മോക്ക് എക്സാമുകൾ ധാരാളമായിട്ട് അറ്റൻഡ് ചെയ്യുക. അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു.